ഹരേ കൃഷ്ണ. ഇടവൻ രാശിക്കാർക്ക് ജൂൺ മാസത്തെ നക്ഷത്രഫലം എന്തൊക്കെയെന്ന് നോക്കാം. ശനിദേവൻ 29 മാർച്ചിലും വ്യാഴം 15 മെയ്യിലും 18 മെയ്യിൽ രാഹുവും കേതുവും ഓൾറെഡി സ്ഥാനചലനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ജൂൺ മാസത്തിൽ സൂര്യനും ബുധനും ചൊവ്വയും സ്ഥാനപരിവർത്തനം ചെയ്യുവാൻ പോകുന്നു. അപ്പോൾ നവഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം വിശേഷങ്ങളാണ് കൊണ്ടുവന്നെന്ന് നമുക്ക് നോക്കാം. 7 ജൂണിന് ശേഷം സൂര്യനും ബുധനും 1-ാമത്തെ ഹൗസിലും 2-ാമത്തെ ഹൗസിൽ വ്യാഴം, 3-ാമത്തെ ഹൗസിൽ ചൊവ്വ, 4-ാമത്തെ ഹൗസിൽ കേതു, 10-ാമത്തെ ഹൗസിൽ രാഹു, 11-ാമത്തെ ഹൗസിൽ ശനിദേവ്, 12-ാമത്തെ ഹൗസിൽ ശുക്രൻ വീനസുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ലവ് റിലേഷൻ, മാരീഡ് ലൈഫ്, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ജോലി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം. ജൂൺ മാസത്തിൽ നിങ്ങളുടെ പ്രതിരോധക ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കഴിക്കുന്ന ആഹാരത്തിൽ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കുക. വൈറസ് സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജലദോഷം, ചുമ ഇവയൊക്കെ വരാനുള്ള ഒരു സാധ്യതയാണ് ഈ മാസം കാണുന്നത്. അതുകൊണ്ട് ആഹാരം നിയന്ത്രിക്കുക. പുറത്തുനിന്നുള്ള ആഹാരം മുഴുവനും ഒഴിവാക്കുക. വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. വെള്ളം നല്ലതുപോലെ കുടിക്കുക. വിദ്യാഭ്യാസം നമ്മൾ നോക്കുന്നത് 5-ാമത്തെ ഹൗസുമായിട്ടാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ജൂൺ മാസം വളരെ നല്ലൊരു സമയം തന്നെയാണ്. എൻട്രൻസ് എക്സാമൊക്കെ എഴുതുന്നവർക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ വിദേശ പഠനത്തിന് നല്ല സമയമാണ്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജൂൺ മാസം നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ലവ് റിലേഷൻ, ഇതാ നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഇത്രയും നാൾ എന്തെങ്കിലും പിണക്കം ഉണ്ടായിരുന്നവരോ അതോ നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നവരോ ഒക്കെ ആണെങ്കിലും ഇതാ ഈ മാസം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷേ നിങ്ങളത് കണ്ടില്ല എന്നുള്ളൊരു മനോഭാവമാണ് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ആ സ്നേഹബന്ധം, ആ ലവ് റിലേഷൻ നല്ല രീതിയിൽ തന്നെ പോകുന്നതിനുള്ള ഒരു സമയമാണ് ഈ ജൂൺ മാസം. ഇതുവരെ ലവ് റിലേഷൻ ഇല്ലാത്തവർക്ക് പോലും ഒരു ലവ് റിലേഷൻ ഉണ്ടാകുന്നതിനുള്ള ഒരു ചാൻസാണ് ഈ ജൂൺ മാസം കാണുന്നത്. അതിനാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയിരിക്കും?